നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 18ാം പടിയിൽ തലതല്ലി വീണവർ സന്നിധാനത്തെ മഹാ ആഴിയിൽ വെന്തുരുകുകയാണിപ്പോൾ. ഹൈക്കോടതിയുടെ മേശപ്പുറത്തിരിക്കുന്ന ശബരിമല റിപ്പോർട്ട് സർക്കാർ CPM കൂട്ടരുടെ ഉറക്കം കെടുത്തുന്നു. അന്വേഷണം തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് മാത്രമാണ് ശബരിമല കൊള്ളയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരേ ഒരു ഡയലോഗ്. അറസ്റ്റിലായ പത്മകുമാർ, വാസു ഉൾപ്പെട്ട CPMകാരെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അവിടെയാണ് പിണറായി വിജയൻ പരുങ്ങുന്നത് കേരളം മനസ്സിലാക്കിയത്. ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നത് അയ്യപ്പനാണെന്ന് വിശ്വാസികൾ തലയിൽ കൈവച്ച് പറയുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ത്രികക്ഷി സഖ്യമെന്ന് ഇപ്പോൾ ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ത്രികക്ഷി സഖ്യം ചൂടൻ ചർച്ച CPMന്റെ മൂട്ടിൽ തീ പിടിപ്പിക്കുന്നു. ത്രികക്ഷി സഖ്യത്തിന്റെ ചിത്രവും സൈബറിടത്തിൽ വൈറലാകുന്നു. കാട്ടുകൊള്ളക്കാരെ ശബരിമലയിലെ മഹാ ആഴി വിഴുങ്ങുന്നു. ഭക്തരുടെ ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ അയ്യപ്പന് അഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് അയ്യപ്പനിൽ ലയിക്കുന്നുവെന്നും നെയ് നീക്കിയ തേങ്ങ ജഡശരീരമായി കണക്കാക്കി ആഴിയിൽ എരിയുന്നുവെന്നുമാണ് വിശ്വാസം. ആഗ്രഹങ്ങളെയും ഭൗതിക ബന്ധങ്ങളെയും അയ്യപ്പന്റെ അഗ്നിയിൽ സമർപ്പിച്ച് നശിപ്പിക്കുക എന്നതിന്റെ പ്രതീകമാണ് സന്നിധാനത്തിന് താഴത്തെ മഹാ ആഴി. അതായത് മനുഷ്യന്റെ ഉള്ളിലെ അഹന്ത, സ്വാർത്ഥത, അഹങ്കാരം, അത്യാർത്തി അതെല്ലാം എരിഞ്ഞില്ലാതാകുന്നു എന്നതാണ് കത്തിയമരുന്ന മഹാ ആഴിയുടെ വിശ്വാസം. അവിടെയാണ് ഒരു കൂട്ടം കാട്ടുകള്ളന്മാർ സാക്ഷാൽ അയ്യപ്പന്റെ തന്നെ സ്വർണം കൊള്ളയടിച്ച് സമ്പത്തുണ്ടാക്കിയത്. അതിനുള്ള പണിയാണ് പലിശയും കൂട്ടുപലിശയുമായിട്ട് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടം കൊണ്ട് തീരില്ല. കൊള്ളയ്ക്ക് പദ്ധതിയിട്ട കാട്ടുകൊള്ളക്കാരിലേക്കാണ് ഹൈക്കോടതി ഇറങ്ങിയിരിക്കുന്നത്. ചമ്പൽ കൊള്ളക്കാർ പോലും ദൈവത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കില്ല. ആ മര്യാദയെങ്കിലും അവര് കാണിക്കും. പക്ഷേ ഇവിടെ കതറിട്ട കുറെ എംബോക്കികൾ അമ്പലവും വിഴുങ്ങുന്നുവെന്ന് പൊട്ടിത്തെറിക്കുകയാണ് വിശ്വാസികൾ. ജയിലിൽ കിടക്കുന്ന വാസുവും പത്മകുമാറും CPMന് ശനിയായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് ഇരുവരും ദൂതന്മാർ വഴി CPMനെ അറിയിച്ചുവെന്നാണ് വിവരങ്ങൾ. ജയിലിൽ കിടന്ന് നരകിക്കാൻ വയ്യെന്ന ഇരു കൂട്ടരുടെയും നിലവിളി പാർട്ടിയെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. രണ്ടാളുടെയും വായിൽ നിന്ന് സത്യങ്ങൾ പുറത്തുപോയാൽ CPM എന്ന പാർട്ടി അത് താങ്ങില്ല. ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്ത്രീകളെ കയറ്റാൻ സർക്കാരും പാർട്ടിയും മുന്നിൽ നിന്നത്. രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടിയപ്പോഴും CPM പ്രധാനമായും വാദിച്ചത് അയ്യപ്പൻ ഞങ്ങൾക്കൊപ്പമാണ് എന്നായിരുന്നു. അതിന്റെ തെളിവാണ് രണ്ടാമത്തെ തവണ അധികാരം കിട്ടിയതെന്ന് പല CPM നേതാക്കളും പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ കളിയാകെ മാറും. അയ്യപ്പനെ കൊള്ളയടിച്ചവരെ വിശ്വാസികൾ വെറുതെ വിടില്ല. കളമെതിരായാൽ CPM നിലം പൊത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ത്രികക്ഷി ഗൂഢാലോചന നടന്നതായും കൃത്യമായ ആസൂത്രണത്തിന് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ ചുമതലപ്പെടുത്തിയിരുന്നതായിട്ടുമാണ് സൂചനകൾ വരുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ SITക്ക് നേരത്തെ ലഭിച്ചുവെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാതിരിക്കുകയാണ് എന്നാണ് ആരോപണം. ഒരു സർക്കാർ ഉന്നതനൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് അയ്യപ്പ സന്നിധിയിൽ പെരുങ്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയതെന്നാണ് കണ്ടെത്തൽ. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവായിരുന്നു ആസൂത്രകൻ. മുൻകൂട്ടി പറഞ്ഞിട്ടും സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നോട്ട് പിച്ചളപ്പാളികൾ എന്ന് തിരുത്താൻ വാസു തയ്യാറായതും ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചായിരുന്നുവെന്നാണ് SIT നിഗമനം. ഈ സർക്കാർ ഉന്നതൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് SIT ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർ എന്ന നിലയിൽ തനിക്ക് അനുമതി നൽകണമെന്ന് കാട്ടി ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് സമർപ്പിച്ചു എന്ന് പത്മകുമാറിന്റെ മൊഴിയെ തുടർന്ന് പോറ്റിയെയും കടകംപള്ളിയെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പോറ്റിയിൽ നിന്ന് പല വിവരങ്ങളും തേടിയിട്ടുണ്ട്. പോറ്റിയുടെ വായിൽ നിന്ന് കടകംപള്ളിയെ കുടുക്കുന്നത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതും ഒരു ചോദ്യമാണ്. കാരണം ഇതുവരെയും എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല? കാരണം അന്ന് കൊള്ള നടക്കുമ്പോൾ അവിടുത്തെ മന്ത്രി കടകംപള്ളിയായിരുന്നു. അപ്പോൾ കടകംപള്ളിയിൽ നിന്ന് ഉറപ്പായും കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതാണ്. പക്ഷേ ആ ഒരു നീക്കത്തിലേക്ക് SIT കടന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാൻ സാധ്യതയില്ല. SITക്ക് മേൽ വലിയ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട്. പോറ്റി കടകംപള്ളിക്ക് സമർപ്പിച്ചു എന്ന് പറയുന്ന കത്ത് കണ്ടുകിട്ടാൻ സാധ്യത കുറവാണ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം സ്വർണം പൂശാനായി കൊടുത്തുവിടണമെന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള യാതൊരു രേഖകളും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സർക്കാർ തലത്തിൽ വന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന A പത്മകുമാറിന്റെ മൊഴിക്ക് സാധുത പകരാനുള്ള രേഖകളാണ്
ആവശ്യം. എന്നാൽ വാക്കാലുള്ള നിർദ്ദേശമെന്നാണ് പത്മകുമാർ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ ആശ്രയിച്ചായിരിക്കും കടകംപള്ളിയുടെ പങ്ക് നിശ്ചയിക്കുക. ലഭ്യമായ രേഖകൾ പ്രകാരം സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പത്മകുമാർ സ്വന്തം കൈയക്ഷരത്തിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതായും അതിൽ തങ്ങൾ ഒപ്പിട്ടിരുന്നില്ലെന്നുമാണ് മറ്റ് 2 ദേവസ്വം അംഗങ്ങൾ പറയുന്നത്. ഭൂരിപക്ഷ പിന്തുണയില്ലാതെ ഉത്തരവ് എങ്ങനെ പ്രാബല്യത്തിൽ വന്നു എന്ന ചോദ്യവും പ്രസക്തമാണ്. ബോർഡ് തീരുമാനം പ്രാബല്യത്തിൽ വരാൻ 3-ൽ 2 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ എന്തുകൊണ്ട് നടപടിയെ അംഗങ്ങൾ എതിർത്തില്ല എന്ന ചോദ്യത്തിനും തൃപ്തികരമായ വിശദീകരണം വേണ്ടതുണ്ട്. ഈ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയാണ്. ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് കടകംപള്ളി തൽക്കാലം ഒന്ന് സേഫായി നിൽക്കുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമായിരിക്കാം ആ സേഫ് സോണിലെ നിൽപ്പ്. അത് കഴിയുമ്പോൾ ഉറപ്പായും കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കേണ്ടി വരും. കാരണം പത്മകുമാറിന്റെയും പോറ്റിയുടെയും മൊഴിയിൽ കടകംപള്ളിയിലേക്ക് എത്തുന്ന പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യും. SIT ചോദ്യം ചെയ്യലിന് വൈകുകയാണെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനിടെ സർക്കാരിനെയും CPM-നെയും വെട്ടിലാക്കിക്കൊണ്ട് ശബരിമല കൊള്ളയുടെ വിവരങ്ങൾ, തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പ്രതികരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പുറത്തേക്ക് വന്നിരിക്കുന്നത് പിണറായിയെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. വലിയൊരു വിവരങ്ങൾ അല്ലെങ്കിൽ കേരളം ഞെട്ടുന്ന തരത്തിലേക്കുള്ള ചില വെട്ടിത്തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H. വെങ്കിടേഷിന് കത്ത് നൽകിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാവശ്യപ്പെടുന്നതെന്നും കത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ശബരിമല കേസിന്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല കട്ടായം പറയുന്നു. രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ മൊഴിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി SIT സമീപിക്കും എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് ഈ സർക്കാരിനെയും CPM-നെയും ദേവസ്വം ബോർഡിനെയും പിളർത്തുന്നതായിരിക്കും. ഇത്തരം പൗരാണിക സാധനങ്ങൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്ത് നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടിക്കടുത്തുള്ള ഇടപാടാണ് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. ശബരിമല സ്വർണ്ണമോഷണം ഒരു സാധാരണ മോഷണമല്ല, മറിച്ച് രാജ്യാന്തര മാനങ്ങളുള്ള ഒന്നാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ ഈ കേസിലെ സഹപ്രതികൾ മാത്രമാണ്. ഇതിന്റെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിലായിട്ടില്ല എന്നും കത്തിൽ പറയുന്നു. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ്. ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂർ സംഘത്തിന്റെ രീതികളുമായി ശബരിമല സ്വർണ്ണമോഷണ സംഘത്തിന്റെ രീതികൾക്ക് സാമ്യമുണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിന്റെ ഭാഗമാണ് എന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല ഈ കത്തിൽ പറയുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താനായില്ല എന്നത് ഈ വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധിക്കുമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തല വലിയൊരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്.
SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ, അതായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇതുവരെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നതിൽ, അതായത് ഇളക്കുന്നതിൽ മാത്രമായിരുന്നു വാസുവിനും പത്മകുമാറിനും ഒക്കെ പങ്കുണ്ടായിരുന്നത് എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കടത്തിലും പങ്കുണ്ട് എന്നാണ്. അതായത് ശബരിമലയിൽ നിന്ന് ഈ സ്വർണം എടുത്തതിൽ മാത്രമല്ല, അത് കടത്തുകാരിലേക്ക് എത്തിക്കുന്നതിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുണ്ട് എന്നാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കുമ്പോൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധം ഇതിന് പിന്നിൽ ശക്തമായിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാകുകയാണ്. വാജിവാഹനം ഉൾപ്പെടെയുള്ള പലതും ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന സംഘങ്ങളിലേക്ക് എത്തി എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. SIT ആ ഒരു തരത്തിലേക്കുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ SITയുടെ കയ്യിൽ നിൽക്കുന്ന അന്വേഷണമല്ല. അതിന് കേന്ദ്ര ഏജൻസികളുടെ ആവശ്യം എന്തായാലും വേണ്ടിവരും. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ കൂടി കോടതിയെ SIT ബോധിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അന്വേഷണത്തിന് കേന്ദ്ര സംഘങ്ങളെ വേണ്ടിവരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും താൻ തെളിവുകൾ തരാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.